ബെന്നിയുടെ വേർപാടിൽ ദുഃഖിതയായിരിക്കുന്ന മോളി മക്കളെ, ബെന്നിയുടെ ദേവിതാപസ, പ്രിയ സഹോദരങ്ങളെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു ക്രൈസ്തവന്റെ ജീവിതം ആരംഭിക്കുന്നത്, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ജീവിതം ദേവാലയത്തില് മാമോദീസ സ്വീകരിച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ ജീവിതത്തിന്റെ അവസാനത്തിലും ദൈവസന്നിധിയിൽ വന്ന് പ്രത്യേകമായിട്ട് ഈ നിമിഷത്തില് നമ്മുടെ പ്രിയപ്പെട്ട ബെന്നി നിശബ്ദമായി നിശ്ചലനായി കർത്താവിനോട്, ദേവാലയത്തോട് യാത്ര പറയുകയാണ്. എല്ലാ ദിവസവും തന്നെ ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും കർത്താവായ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്തത് കൂടാതെ പ്രത്യേകമായി ഇടവകയിലും രൂപതയുടെ സിയോൻ ധ്യാന കേന്ദ്രത്തിലും രൂപതയുടെ വിവിധ ഇടവകളിലുമെല്ലാം കരിസ്മാറ്റിക് നവീകരണത്തിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ബെന്നി വളരെ നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ബെന്നിയോടും കുടുംബത്തോടുമുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഭാഗമായിട്ടാണ് നമ്മുടെ ഇത്രയും പേര് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത്. വളരെ പേര് നേരത്തെ വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയി എന്ന് എനിക്കറിയാം. വളരെ പെട്ടെന്നുണ്ടാകുന്ന ഈ വേർപാടില് നമുക്കെല്ലാം വലിയ ദുഃഖമുണ്ട്. ബെന്നി അന്ന് ശനിയാഴ്ച രാവിലെ ദ്വാരകയിലേക്ക് പോരാനായി ബെന്നിയും മോളിയുമൊക്കെ ഒരുങ്ങുന്നതിനിടയിലാണ് ഈ ദാരുണമായ വേർപാട് ഉണ്ടായതെന്ന് നമുക്കറിയാം. കർത്താവിന്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെടുകയാണ്. നമുക്കറിയാം, യുദ്ധത്തില് നമ്മുടെ ജവാന്മാര് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ച് യുദ്ധം ചെയ്യുമ്പോൾ ചിലപ്പോഴെല്ലാം അവരും ശത്രുവിന്റെ തോക്കിനിരയായി ജീവൻ വെടിയാറുണ്ട്. അവരെ ധീര ജവാന്മാരെന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇതുപോലെ ക്രൈസ്തവ ജീവിതത്തിന്റെ ധീരമായ സാക്ഷ്യം വഹിച്ച് തന്റെ ജീവിതത്തിലൂടെ, സാന്നിധ്യത്തിലൂടെ തന്റെ കുടുംബത്തിനും ഇടവകയ്ക്കും പൊതുസമൂഹത്തിനും ചെയ്യാവുന്ന എല്ലാ നന്മകളും ചെയ്തുകൊണ്ട് കടന്നുപോയ ഒരു നല്ല സഹോദരനായിരുന്നു ബെന്നി. പ്രത്യേകമായി താൻ അറിയുന്നവരെ അവരുടെ രോഗാവസ്ഥയിലും അവരുടെ ദുഃഖങ്ങളിലുമെല്ലാം അവരെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബെന്നിയുടെ സ്നേഹ സാന്ത്വന സാന്നിധ്യമുണ്ടായിരുന്നു. സിയോൻ ധ്യാന കേന്ദ്രത്തില് പ്രിയപ്പെട്ട ജിൻഡോ തട്ടൂറിനോടൊപ്പം, അതോടൊപ്പം തന്നെ മുമ്പുണ്ടായിരുന്ന വൈദ്യരോടൊപ്പം ഒക്കെ വളരെ നിസ്വാർത്ഥമായ സേവനം ബെന്നി ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ അവസരത്തില് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും, വൈദികരും ധ്യാന ടീമിലെ അംഗങ്ങളും മറ്റെല്ലാവരും ഏറെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ബെന്നിയുടെ വേർപാട് വളരെ പെട്ടെന്നാണെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയില്, ദൈവം ബെന്നിയെ കുറിച്ച് ഉദ്ദേശിച്ച പദ്ധതി പൂർത്തിയാക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ചതൊക്കെ നോക്കുമ്പോഴേ ഞാൻ അറിഞ്ഞതനുസരിച്ച് മൂത്ത മകന്റെ കൊച്ചുകുട്ടിയെയും കാണാൻ ബെന്നിക്ക് സാധിച്ചില്ല. അതുപോലെ അങ്ങനെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ബാക്കിയാക്കി കർത്താവിന്റെ പക്കലേക്ക് യാത്രയാകുമ്പോഴും ബെന്നിയെ സംബന്ധിച്ചൊരു കാര്യം യാഥാർത്ഥ്യമാണ്. ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഇടവകയിലെ ഒരു അംഗമെന്ന നിലയിൽ, സഭയിലെ ഒരു അംഗമെന്ന നിലയിൽ ഏറ്റവും നന്നായി അവസാന നിമിഷം വരെ നിർവഹിച്ചുകൊണ്ടാണ് ബെന്നി യാത്രയായത്. ഈ അവസരത്തില് പ്രിയപ്പെട്ട മോളിയോടും മക്കളോടും കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ട അപ്പച്ചനോടും ബന്ധുമിത്രാദികളോടും ഒക്കെ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ വേർപാടിന് ദുഃഖിതരായിരിക്കുന്ന എല്ലാവരോടും
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും രൂപതയിലെ വൈദികരുടെയും ദേവീജനത്തിന്റെയും പേരിൽ ഞാൻ ഹൃദയപൂർവ്വം അനിശ്ചിതവചനം അറിയിക്കുകയാണ്. കർത്താവായ യേശു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടുള്ള അന്തിമ യാത്രയിൽ, അന്തിമമായിട്ടുള്ള സംഭാഷണ വേളയിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ഈശോയോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് ഞാൻ പോകുന്നത്. പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. കർത്താവായ ഈശോ ബെന്നിക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്തേക്ക് ബെന്നി യാത്രയായിരിക്കുന്നു. നമ്മുടെ വിശ്വാസം അനുസരിച്ചും പ്രത്യാശ അനുസരിച്ചും നമ്മളെല്ലാവരും വീണ്ടും ഒരിക്കല് ദൈവത്തിന്റെ ഭവനത്തില് മഹത്വത്തോടെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാവുന്ന പ്രത്യാശയോടെയാണ് ബെന്നിയെ നമ്മളിപ്പോൾ യാത്രയാക്കുന്നത്. ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും നല്ല ദൈവം ബെന്നിക്ക് 100 മടങ്ങായിട്ട് പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ചരിത്രത്തില് ഫെലിസിറ്റ എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി, ഒരു വിശുദ്ധ 30 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകം 8 മക്കൾക്ക് ജന്മം നൽകി. 8ാമത്തെ കുട്ടി തടങ്കലിലായിരിക്കുമ്പോഴാണ് കുട്ടിക്ക് ജന്മം നൽകിയത്. അതിനുശേഷം AD 2003 ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ, ക്രിസ്തുവിനെ തള്ളി പറയാത്തതിന്റെ പേരില് ആ യുവതിയായ അമ്മയെ കാട്ടുമൃഗങ്ങളുടെ നടുവിലേക്ക് എടുത്തിടാൻ ചക്രവർത്തി പറയുകയും കൊല്ലപ്പെടുകയാണ് വിശുദ്ധ ഫെലിസിറ്റ. നമ്മൾ ഓർക്കുന്ന, പ്രത്യേകമായിട്ട് എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് വിശുദ്ധ തോമസ് മോർ ബെന്നിയെ പോലെ 57ാമത്തെ വയസ്സിൽ രക്തസാക്ഷിയായിട്ട് മരിച്ച മനുഷ്യനാണ്. ഇംഗ്ലണ്ടിലെ രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും സമ്പന്നതനായ ചാൻസലർ, ലോർഡ് ചാൻസലർ ആയിരുന്നു അദ്ദേഹം. AD 1478 ജനിച്ച അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് അഡ്വക്കേറ്റായി രാജാവിന്റെ പ്രീതിക്ക് പാത്രമായി അങ്ങനെ ലോർഡ് ചാൻസലറായി നിയമിക്കപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം, ഈ രാജാവ് രണ്ടാമത് തന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യാൻ, ആനിബോളിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ തോമസ് മോർ പറഞ്ഞു, രാജാവേ, ഇത് ശരിയല്ല, കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് ഇത് ശരിയല്ല. അതുകൂടാതെ രാജാവ് പറഞ്ഞ എല്ലാ ഉദ്യോഗസ്ഥരും ഇനി മുതൽ രാജാവിനെ ഇംഗ്ലണ്ടിലെ സഭയുടെ നേതാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒപ്പിടണം. തോമസ് മോർ പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു, പക്ഷെ എന്റെ ദൈവത്തിന്റെ ദാസനാണ് ഒന്നാമത് ഞാൻ, അതുകൊണ്ട് ദൈവത്തിനാണ് 1ാം സ്ഥാനം കൊടുക്കുക. ദൈവം നിശ്ചയിച്ചിട്ടുള്ള കത്തോലിക്ക സഭയുടെ നേതാവ് റോമിലെ പരിശുദ്ധ മാർപ്പാപ്പയാണ്. വേറൊരു സഭയ്ക്ക് അങ്ങനെ നേതാവ് ഉണ്ടാവുന്നത് ശരിയല്ല. അങ്ങനെ എതിർത്തത് കൊണ്ട് അദ്ദേഹത്തെ ജയിലിലടച്ചു. ജയിലിൽ കിടക്കുമ്പോൾ ഭാര്യയും മക്കളും ഒക്കെ അദ്ദേഹത്തെ കത്തെഴുതി, ദയവായിട്ട് നിങ്ങൾ രാജാവിനെ സഭയുടെ നേതാവായിട്ട് അംഗീകരിച്ച് തിരിച്ചു വരണം, ജയിലിൽ നിന്ന് തിരിച്ചു വരണം. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ 1ാമത് ദൈവമാണ്, പിന്നീടാണ്, 2ാമതാണ് രാജാവ്, കുടുംബമൊക്കെ. ഇങ്ങനെ അവസാനം അദ്ദേഹത്തെ തൂക്കിലേറ്റി കൊല്ലുകയാണ് 1535. രക്തസാക്ഷിയായിട്ട് മരിക്കാൻ പോകുന്ന നേരത്തെ അദ്ദേഹം പറഞ്ഞു, എന്റെ കഴുത്തിന് നീളം കുറവാണ്, കുറച്ച് താടിയുള്ളതൊന്ന് മാറ്റണം, കഴുത്ത് വെട്ടാൻ ആലോചിച്ച സൗകര്യമാകാൻ വേണ്ടി. ഇങ്ങനെ ധീരമായിട്ട് രക്തസാക്ഷിത്വമാണ് ഞാൻ. ഒത്തിരി വിശുദ്ധരുടെ ചരിത്രമുള്ള സഭയുടെ അംഗങ്ങളാണ് നമ്മള്. ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്, ഒരു വിധത്തില് ഇത്രയും വലിയ ദുഃഖമൊക്കെ ഉണ്ടായെങ്കിലും മോളി മക്കള് തലമുറയിട്ട് കരയാതെ ആ ദുഃഖമെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വിശ്വാസത്തിന്റെ ധീരമായ ഒരു സാക്ഷ്യമാണ് നിങ്ങൾ വഹിക്കുന്നത്. ദൈവം നിശ്ചയിച്ച സമയമായപ്പോൾ ദൈവം വിളിച്ചു. ദൈവം തന്ന നല്ലൊരു പിതാവിനെ, നല്ലൊരു സഹോദരനെ, നല്ലൊരു ഭർത്താവിനെ എന്നൊക്കെയുള്ള ഓർമ്മകള്, അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, ഇതെല്ലാം ദൈവം ദാനമായി തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദുഃഖം അവർ ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഓർക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ ഫെലിസിറ്റ എന്ന് പറഞ്ഞ രക്തസാക്ഷി പറയുകയാണ്. കടുവയുടെ അടുത്തേക്ക് എറിയാൻ പോകുന്ന സമയത്ത് പറഞ്ഞു കൊച്ചുമക്കളോട്, ധൈര്യമായിരിക്കെ, ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. എനിക്ക് അത് തന്നെയാണ് മോളിയോടും മക്കളോടും ദുഃഖിതരായിരുന്ന എല്ലാവരോടും പറയാനുള്ളത്.
കർത്താവായ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോ നമ്മളെ ധൈര്യപ്പെടുത്തും. വീണ്ടും നമുക്ക് ദൈവഭവനത്തില് ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ കണ്ടുമുട്ടാം. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ഇതിൽ ഓർമ്മപ്പെടുത്തലാണ്, നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ നമ്മുടെ ജീവിതം എത്ര കാലമുണ്ട് എന്ന്. അതുകൊണ്ട് ജീവിതകാലത്ത് നമുക്ക് കഴിയുന്നിടത്തോളം നന്മ മറ്റുള്ളവർക്ക് ചെയ്യാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളിൽ ഒതുങ്ങിക്കൂടാതെ ബെന്നിയുടെ നല്ല മാതൃക നമുക്ക് അനുകരിക്കാനായിട്ട് പരിശ്രമിക്കാം. ബഹുമാനപ്പെട്ട വികാരിച്ചൻ സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിലായിരുന്നുകൊണ്ട് ബെന്നി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ഈ പ്രത്യാശയോടുകൂടി ഇവിടെ കുടിക്കുന്ന എല്ലാവരുടെയും പേരിൽ ബെന്നിക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട്, ബെന്നിയുടെ ആത്മാവിന്റെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.